ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു മാഗി ക്യൂബ് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അല്ലേ. അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് അതിൽ അജിനോമോട്ടോ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ വരുത്തും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മാഗി ക്യൂബ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു വല്യുള്ളി, ഒരു ക്യാരറ്റ്, ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, ക്യാപ്സിക്കം പകുതിയും ബേ ലീഫും കൂടെയാണ് കേട്ടോ. അത് മാത്രം മതി നമുക്ക് ഉണ്ടാക്കാൻ. പിന്നെ കുറച്ച് ചിക്കനും കൂടെ വേണം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് കുക്കറിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇഞ്ചി ഏകദേശം ചെറിയൊരു കഷ്ണം മതി, കാരണം ഇഞ്ചിയുടെ ഒരുപാട് ഫ്ലേവർ, കുത്തുന്ന ഒരു ഫ്ലേവർ വരും, അതിനാണ്. നമുക്ക് ക്യാപ്സിക്കം നമ്മൾ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം പിന്നെ വല്ലുള്ളിയാണ്. അപ്പോൾ ചെറിയ വെല്ലുള്ളിയാണെങ്കിൽ 2 ഇട്ടാം. നമുക്ക് ബേ ലീഫാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം 2 മതിയാവും. പിന്നെ ചിക്കൻ ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ എല്ലോടെ ഉള്ളതാണ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം നമുക്ക് അതിൻ്റെ സ്ട്രോക്ക് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ എല്ലുള്ള ചിക്കനിലാണ് കൂടുതൽ നമുക്ക് അതിൻ്റെ സ്ട്രോക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേ നേരം കുക്ക് ചെയ്തെടുത്താണ് കേട്ടോ. ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വേവിച്ചെടുത്താണ്. അപ്പോൾ ഇതേപോലെ അമർത്തി നോക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ടെന്ന് കണ്ടുവച്ചാൽ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ സ്ട്രോക്കൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുക്കേണ്ടത് നോക്കാം. ഇതുപോലെ ഒരു മത്ത് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവറും ടേസ്റ്റും എല്ലാം നമുക്ക് അതിലോട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ട്രോക്ക് എടുക്കണം. നമുക്ക് വെജിറ്റബിളും ചിക്കൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി എടുക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മിക്സിയിലൊക്കെ ഇട്ട് വെച്ച് നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കത് സ്ട്രോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടൊരു പാൻ എടുത്തതിന് ശേഷം വെളിച്ചെണ്ണ അല്ലാതെ ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ ഫുള്ളായിട്ട് ഗരം മസാലയാണ്. പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ഒരു സ്പൂൺ ഫുള്ളായി കുരുമുളക് പൊടിയും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്കിത് കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാനാണ്. അത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ ഒരുപാട് ഉപ്പുള്ളത് അതുകൊണ്ടാണ്. പിന്നെ അതിൽ അജിനോമോട്ടോ ഒക്കെ ചേർത്തുന്നത് കൊണ്ടാണ് കേട്ടോ ഒരുപാട് ഉപ്പിൻ്റെ ഒരു ഫീൽ ആവണത്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ സ്ട്രോക്കും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂണ് കോൺഫ്ലവറും കൂടെ കലക്കിയിട്ട് നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ്. ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റായി വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കുറുകി നന്നായിട്ടൊന്ന് വറ്റി വരും. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ബ്യൂട്ടി ടിപ്സും കിച്ചൺ ടിപ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലൊക്കെ ഒന്ന് കയറി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ടാണ് വന്നിട്ടുണ്ട്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.